UDF പറയട്ടെ ആദ്യം മാപ്പ്. അവരാണല്ലോ തുടങ്ങിയത്. അതാണല്ലോ ആ തരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതിന് ഉത്തരവാദികൾ ആരാണെന്ന് കൃത്യമായിട്ട് പേരുണ്ടല്ലോ, കേസും ഉണ്ടല്ലോ, രജിസ്ട്രേഷനും ഉണ്ടല്ലോ. അവരുടെ പാർട്ടിയും അവരുടെ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന നേതാക്കളും പറഞ്ഞു തുടങ്ങട്ടെ. അത് സംബന്ധിച്ച് വിവരങ്ങൾ വരുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കും. അതിലൊന്നും യാതൊരു കാര്യമില്ല. ഇവിടെ അത് 26-ാം തീയതി അല്ലല്ലോ. യഥാർത്ഥത്തിൽ സംഭവം നടക്കുന്നത് അവിടെ മത്സരരംഗത്തേക്ക് വരുന്ന ആദ്യത്തെ നിമിഷം തന്നെ ടീച്ചർമാരെന്ന് വിളിച്ച് പരിഹരിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ആ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് കള്ള ലെറ്റർ പാഡ് ഉണ്ടാക്കിയത് ഉൾപ്പെടെയുള്ള നിരവധി കേസുകൾ അവിടെ തന്നെ വന്നിട്ടുണ്ട്. വന്നതിൻ്റെ എല്ലാം പേരിൽ ആളുണ്ട്. ആളെ ആവശ്യമായ രീതിയിൽ കേസെടുത്തിട്ടുണ്ട്. ആ കേസെടുത്തതെല്ലാം കയച്ചു മാച്ച് കളയാൻ വേണ്ടിയിട്ട് അവസാനത്തെ ഒരു ശ്രമം നടത്തിയെന്ന് പറഞ്ഞിട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും കാര്യമില്ല. ഇവിടെ വർഗീയമായും അശ്ലീലപരമായും രണ്ടും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് UDF ആണ്. അതിന് പൂർണ്ണമായിട്ടും BJPയുടെ പിന്തുണയുണ്ടായി. അതാണ് നടന്നിട്ടുള്ളത്. ആ നടന്ന കാര്യം സംബന്ധിച്ചിടത്തോളം നല്ലതുപോലെ പുനഃപരിശോധിക്കട്ടെ, അവർ തന്നെ പരിശോധിക്കട്ടെ. ആ പരിശോധിച്ച കാര്യം മനസ്സിലാവും. അതിനെപ്പറ്റി ആലോചിക്കുക. അവരെന്താ പറയുന്നത് നോക്കട്ടെ. അതിൻ്റെ അർത്ഥം അവർ പറഞ്ഞാൽ പിന്നെ നമ്മളെന്തോ പറയുന്നതല്ല. നമ്മൾ പിന്നെ പറയേണ്ടി വരില്ല. അവരെന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാ. UDF ആണ് അവിടെ വർഗീയതയും അതുപോലെ തന്നെ അശ്ലീലതയും തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പ്രചരിപ്പിച്ചത്. അവർക്കാണെങ്കിൽ നല്ല ഈ റിക്കാർഡെല്ലാം ഉണ്ടാക്കിയ നല്ല ശീലമുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്. ഞങ്ങളാണ് ഈ കാര്യം വന്നപ്പോഴും LDF ആണ് ആദ്യമായിട്ട് കേസ് കൊടുത്തത്. LDF ആണ് പരാതി നൽകിയത്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. ഇപ്പോൾ വല്ലാതെ രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നമില്ല. ഞങ്ങളതിൻ്റെ ഗുണഭോക്താവല്ല. വർഗീയതയുടെയും അതുപോലെ തന്നെ അശ്ലീല ചോദ്യയുടെയും ഒന്നും ഗുണഭോക്താക്കൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ CPM അല്ല. ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് വർഗീയതക്കെതിരായിട്ട്. അത് BJPക്കെതിരായിട്ടും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതക്കെതിരായിട്ടും നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയും വേറൊരു ഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയും രണ്ടിനെയും ചേർത്തിട്ടുണ്ട് UDF, അതുപോലെ തന്നെ BJPയും. ഈ കേരളത്തിൽ അതൊക്കെ ആവശ്യമായ ചർച്ചയും ആവശ്യമായ തീരുമാനങ്ങളെല്ലാം എത്രയോ കാലത്തിൻ്റെ അപ്പുറം നടക്കേണ്ടുന്ന കാര്യങ്ങൾ. അതിനെപ്പറ്റി ഇപ്പം വിശദീകരിച്ച് ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആണവ നിലയം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ പുറപ്പെടുക കേരളത്തിൽ. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായില്ല മലയാളം. ഞാൻ പറഞ്ഞതെന്നാ ആണവ നിലയം പോലെയുള്ളൊരു കാര്യം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ അതിൻ്റെ ആവശ്യമായ രീതിയിലുള്ള എല്ലാ തലങ്ങളും ഗൗരവപൂർവ്വം ആലോചിച്ചിട്ട് മാത്രമേ സാധിക്കുള്ളൂ. അല്ലാണ്ട് ഓരോരാൾ പറയുന്നതിനനുസരിച്ച് ചർച്ച ചെയ്യാൻ പോവാ ആണവ നിലയം സംബന്ധിച്ച്. അതേക്കട്ടെ, വരട്ടെ, ചർച്ച ചെയ്യട്ടെ, ആവശ്യം വരട്ടെ, എല്ലാ കാര്യം വരട്ടെ, എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യുക, എല്ലാ മാധ്യമങ്ങളുമായിട്ടും ചർച്ച ചെയ്യുക, എല്ലാവരോടും ചർച്ച ചെയ്യട്ടെ. ഒരാശങ്കയില്ല. ലോകത്ത് ഇന്നേ വരെ നടന്ന ഏത് പുനരധിവാസ പ്രവർത്തനത്തെക്കാളും മെച്ചപ്പെട്ട പുനരധിവാസ പ്രവർത്തനം വയനാട് നടക്കാൻ പോകും. അത് നേരത്തെയുള്ള ഞാൻ പറഞ്ഞു, പുതുതാ പറഞ്ഞത് ഞാൻ മലയാളം പറഞ്ഞറിയാം. ലോകത്ത് ഇന്നേ വരെ നടന്ന ഏത് പുനരധിവാസത്തെക്കാളും വളരെ ഫലപ്രദമായ പുനരധിവാസം വയനാട്ടിൽ നടക്കാൻ പോകും. അല്ല, വിമർശനമൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വിമർശനം ഒഴിവാക്കാൻ പറ്റുമോ? വിമർശനം ആരെങ്കിലും ഉണ്ടാകുമെന്നുള്ളതല്ല. വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ ഫലപ്രദമായി അവിടെ ഈ ദുരന്തത്തിന് വിധേയപ്പെട്ട ആളുകളെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് വളരെ ഗൗരവപൂർണമായ ഒരു പ്രവർത്തനമാണ് നടത്താൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കാര്യം ഇല്ല, നടപടി കാര്യങ്ങൾ സംഘടനാപരമായ കാര്യമാണ്. ഇല്ല. CITയിൽ അമർഷമൊന്നുമില്ല. വെറുതെ ആവശ്യമില്ലാതെ അമർഷം നിങ്ങൾ ഉണ്ടാക്കണ്ട. ഒരു പ്രശ്നമില്ല. എല്ലാ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോളൂ. നിങ്ങളതിന് ഭയപ്പെടണ്ട കേട്ടോ.